പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ചെന്നൈയിൽ നിന്ന് നേരെ ബാംഗ്ലൂരിലേക്കാണ്. ശരി, ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് എങ്ങനെ? ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കല്ലേ? അതെ. ഇപ്പോൾ രാവിലെ ഇറങ്ങി, ചെന്നൈയിൽ നിന്ന് ഇറങ്ങി നേരെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 6 മണിക്കൂറോളം യാത്രയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപം ഒന്ന് കണ്ടേക്കാം. അതാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. ഇത് നമ്മൾ ചെന്നൈയിലെ ടി നഗറിൽ പോയപ്പോൾ എടുത്താണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചില്ല. എന്തായാലും അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടക്കുകയായിരുന്നു. ഒരു വലിയൊരു സ്ട്രീറ്റാണ് കേട്ടോ. കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളൊന്ന് ഫുള്ള് രാത്രി നടന്നിരുന്നു. കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. എന്തായാലും വളരെ കുഴപ്പമില്ല, റേറ്റൊക്കെ കുറവാണ്. എങ്കിലും നമ്മൾ വില പേശിയൊക്കെ എടുക്കണം ചില കാര്യങ്ങൾ. ഡ്രസ്സിനൊക്കെ കുഴപ്പമില്ല, നല്ലൊരു വിലയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് കവർ ചെയ്തു. അതുകൂടാതെ ഈ സ്ഥലത്ത് ഫുഡിൻ്റെ നിറയെ സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു വാക്കിംഗ് ഒക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ സ്മൃതി മണ്ഡപം കാണാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ സ്മൃതി മണ്ഡപം അവിടെ പോയിട്ട് അവിടെ കരുണാനിധിയും പിന്നെ അതേപോലെ തന്നെ ജയലളിതയും ഇവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയി. അവിടെ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി. ഒരു ഏകദേശം 8 o'clock ആയപ്പോഴത്തേക്ക് അവർ അടച്ചു. അപ്പോൾ അത് ലേറ്റായതുകൊണ്ട് നമ്മളകത്ത് കയറിയില്ല. പുറത്ത് നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും വളരെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് കരുണാനിധിയുടെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും അതെല്ലാം കണ്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ കൂടെ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടായതാണ് ഇപ്പോൾ ഇട്ടത്. കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇത് വിട്ടുപോയൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ നേരെ ഇനി റൂമിലേക്ക് പോകാം. റൂമിലേക്ക് പോയിട്ട് നാളെ രാവിലെ തന്നെ പോകേണ്ടതായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പോയി റെസ്റ്റ് എടുത്ത് ഇപ്പോൾ അടുത്ത ദിവസം ബാംഗ്ലൂർ വേണ്ട പരിപാടിയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തി ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് അങ്ങനെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ശ്രീപെരുമ്പത്തൂർ കയറി കേട്ടോ. രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിച്ച സ്ഥലമാണ്. അവിടെ കയറി ഇവിടെ വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അദ്ദേഹം മരിച്ചു വീണ സ്ഥലവും പിന്നെ ആ ഒരു പോയിൻറ്റും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. അതിനുശേഷം നേരെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കതാ നമ്മൾ കയറി മുരുകൻ കഫേയിലേക്കാണ് കയറിയത്. മുരുകൻ ഇഡ്ഡലി എന്നാണ് പേര്. അപ്പോൾ അവിടെ കയറി എന്തായാലും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പോകാം. കാര്യം ഉച്ചഭക്ഷണം നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അമ്മാവൻ്റെ വീടുണ്ട്, അവിടെ പോയിട്ട് കഴിക്കണം. അപ്പോൾ എന്തായാലും അതിന് മുമ്പേ ഇവിടുന്ന് നല്ല അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. പൂ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. അതേപോലെ മുരുകൻ ഇഡ്ഡലി. അപ്പോൾ കടയുടെ പേര് തന്നെ മുരുകൻ ഇഡ്ഡലി എന്നാണ്. അപ്പോൾ ഇഡ്ഡലിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതുകൊണ്ട് ഞങ്ങൾ ഇഡ്ഡലി തന്നെ മേടിച്ചു. ഇഡ്ഡലി കൂടാതെ വേറെ ദോശയൊക്കെ ഉണ്ട്. എന്തായാലും ഇഡ്ഡലിയും സാമ്പാറും ചട്നി തന്നെ ഏകദേശം 4 തരത്തിലുണ്ട്. ഞാനിതിൻ്റെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. റോഡ് നല്ല അതിഗംഭീരമായ റോഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റോഡിലൂടെ ഉള്ള യാത്ര. കാര്യം നല്ല 3 വരി വൺ വേ തന്നെ. അങ്ങനെ 6 വരി പാതയാണ് കേട്ടോ. നേരെ ചെന്നൈ ടു ബാംഗ്ലൂർ. അപ്പോൾ ഇനിയും അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നല്ല തിരക്കായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ എന്തായാലും നേരെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി കേട്ടോ. രാവിലെ 5:30 ആയപ്പോഴേ ഇറങ്ങിയത്. പക്ഷേ ഇടയ്ക്കൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറി ഇങ്ങനെ കണ്ടു നേരെ ഇവിടെ എത്തി, ബാംഗ്ലൂർ എത്തി. ഇവിടുന്ന് മെട്രോയിൽ കയറി നമ്മളൊരു സ്ട്രീറ്റിലോട്ട് കാണാൻ പോകണം. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടാണ് പോകണേ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ബാക്കിയുള്ള വിശദമായിട്ട് വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പുകളൊക്കെ ആരംഭിക്കുകയാണ്. നേരെ പോകുന്നത് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെട്രോ കയറിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ പോകുന്നത് എവിടെ പോകുന്നത്? ചർച്ച് സ്ട്രീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗൈഡ് നമ്മുടെ അമ്മായിയാണ്. അമ്മായിയാണ് എല്ലാവരും കൊണ്ടുപോകണത്. കാര്യം ഈ കന്നഡയൊക്കെ കുറച്ചറിയാം, നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ പോണത് നേരെ ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ നേരെ മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. അവിടെ നേരെ ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, ഗോപിക. നാട്ടിലെവിടെയായിരുന്നു സ്ഥലം? നാട്ടിലെവിടെ? ചേർത്തലക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് സുനിച്ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ഇവിടെ വന്ന് കണ്ടതാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് ഗോപി ഇവിടെ ഒരു IT സെക്ഷനിൽ വർക്ക് ചെയ്യാണ് ഇവിടുത്തെ കമ്പനിയിൽ അല്ലേ. ഇവിടെ വർക്ക് ചെയ്യാണ്. തൊട്ടടുത്താണ്. ഭോപ്പാലിലാണ് പഠിച്ചതൊക്കെ അല്ലേ. ജനിച്ചോടെ അവിടെയാണ്. പക്ഷെ ഇപ്പോൾ അമ്മയുടെ വീട് ചേർത്തല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെ ഒന്ന് യാദൃശ്യമായിട്ട് പരിചയപ്പെടാനുണ്ടായി. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്രകളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം മെട്രോ സ്റ്റേഷനിലേക്ക്.
അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ യാത്രകൾ ഇങ്ങനെ ആരംഭിക്കുകയാണ് കേട്ടോ. അമ്മാവനാണ് വണ്ടി ഓടിക്കുന്നത്, മനോജ് അമ്മാവനുണ്ട്. അമ്മാവൻ്റെ XUV 700-ലാണ് ഇന്നത്തെ യാത്ര. പക്ഷേ നമ്മളെ നേരെ മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. അമ്മായിയാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. അപ്പുറം ഇരിപ്പുണ്ട്. പിള്ളേർ സെറ്റിൽ ഇത് കയറി, ബാക്കി മുതിർന്നവരൊക്കെ, അതായത് സീനിയർ സിറ്റിസണൊക്കെ മറ്റേ വണ്ടിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിൽ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ നേരെ ഞങ്ങൾ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. ചർച്ച് സ്ട്രീറ്റ് ഒന്ന് കാണാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ തിരക്കുള്ള റോഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പിക്ചറല്ല എനിക്കിവിടെ കാണാൻ പറ്റിയത്. എന്തായാലും നല്ല തിരക്കൊക്കെ ഉള്ള റോഡാണ്. അത് കൂടാതെ കുണ്ടുകുഴിയൊക്കെ ഉണ്ട് കേട്ടോ. ചില റോഡുകളൊക്കെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. എങ്കിലും റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ടാകാം, പിന്നീട് റെഡിയാകുമായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ലേഡീസിന് ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ ഫ്രീ ആണ് കേട്ടോ. അവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ അടുത്തെത്താറായി തോന്നുന്നു. ഇല്ല, അത് കൂടെ ഒരു സ്റ്റോപ്പ് കൊണ്ട് കഴിഞ്ഞാണ്. അപ്പോൾ എന്തായാലും നല്ല രീതി സ്പീഡിൽ പോവുകയാണ് കേട്ടോ. അമ്മാവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ പാലങ്ങളൊക്കെ കാണാം. അതെ ഇപ്പോൾ അടുത്തെത്താറായി. അപ്പോൾ എന്തായാലും അമ്മാവൻ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും, പിന്നെ വിളിക്കാനായിട്ട് വരും. അമ്മാവൻ വരുന്നില്ല. അപ്പോൾ അമ്മാവൻ എന്തോ വേറെ എന്തോ വർക്കുണ്ട്, അതുകൊണ്ട് ആൾ ബിസിയാണ്. ഞങ്ങളെന്തായാലും ഇവിടെ വിട്ടിട്ട് ആൾ പോകും. അങ്ങനെ നമ്മുടെ കൊച്ചി കണ്ട പോലെ തന്നെ തൂണിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേഷനെത്തി. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് U-turn അടിച്ച് വരണം. അപ്പോൾ ഓപ്പോസിറ്റ് കൊണ്ടാണ് നിർത്തുന്നത്. ഇതിന് എന്തൊരു പേരുണ്ടായിരുന്നു, പേര് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം, ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ മെട്രോ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മെട്രോയിൽ കയറി ഒന്ന് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വന്നിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകണം. അത്രയേ ഉള്ളൂ. അല്ലാതെ മെട്രോയിൽ നിന്ന് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഉള്ളത് പിന്നെ നമ്മൾ നേരെ പോയിട്ട് അവിടെ ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ടൊന്ന് കറങ്ങി വരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നു. അതൊക്കെ എന്താണ് അവിടെ കിട്ടുന്നത്. അതിൻ്റെ ഒരു മെട്രോയിൽ കയറുന്നത് മറ്റുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഷോർട്സും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മെട്രോയിൽ പോകണമൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. ഈ മെട്രോയിൽ ഒരു ചെറിയൊരു കോയിനൊക്കെ കിട്ടും. അതൊക്കെ പേര് കിട്ടും കേട്ടോ, സീതാറാം പാലിയ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കയറേണ്ടത്. അങ്ങനെ നമ്മൾ മെട്രോ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ സാധനം ടിക്കറ്റ്. ഇതാണ് ടിക്കറ്റ്. ഇത് ഒരാൾക്ക് 35 റിയാലാണ്. നമ്മൾ MG റോഡിലോട്ടാണ് പോകണം. ഇവിടെ നിന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് MG റോഡിലോട്ട് 35 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കണ്ടില്ലേ. പതിനൊന്നാമത്തെ അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ വന്ന് MGയിൽ ഇറങ്ങിയിട്ട് നേരെ ഇവിടുന്ന് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോവാണ് കേട്ടോ. നേരെ ഇറങ്ങി താഴോട്ട് പോകണം. ചർച്ച് സ്ട്രീറ്റ് ഇവിടുന്ന് വേറെ ഒരു ചർച്ച് സ്ട്രീറ്റ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ചർച്ച് സ്ട്രീറ്റ്. ഇവിടെ നമുക്ക് ഈ കോയിൻ ഇവിടെ ഇടണം, എങ്കിലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഈ കോയിൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം.
뭐 എന്താ മറ്റു സാധനമല്ലേ അതുപോലെ തോന്നുന്നു. ഫുള്ളായിട്ട് കഴിച്ചു. അങ്ങനെ MG റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒട്ടും മുകളിലൂടെ മെട്രോ പോകുന്നു. അതാ പാറവും അശ്വതിയും പറയാൻ വരുന്നുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്നും മെട്രോ പോയി മുകളിൽ വരും കേട്ടോ. അപ്പോൾ ആ മുകളിലോട്ട് നോക്കിയാൽ മെട്രോ കാണാൻ പറ്റും. ഒരു മെട്രോ ഇങ്ങനെ വരുന്നുണ്ട്. 5 മിനിറ്റ് കൂടുമ്പോഴിങ്ങനെ മെട്രോ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും മെട്രോയിൽ പോകണമാണ് ഇവിടെ ഏറ്റവും നല്ലത്, ഉചിതം. അതാകുമ്പം നമുക്കെന്താ തിരക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാ മെട്രോ പോകണം കേട്ടോ. ആദ്യം സ്കോർപിയോ, പിന്നെ XV500, ഇപ്പൊ XV700 അല്ലേ? ST കഴിഞ്ഞിട്ട് സ്കോർപിയോ ബ്ലാക്ക്. അതിലാണ് അന്ന് കോയമ്പത്തൂർ വന്നത്. അതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി. വേറെ ഒന്നുമല്ല, ഇന്നലെ വന്നപ്പോൾ നമ്മൾ ലേറ്റായി. രാത്രിയിൽ സ്ട്രീറ്റ് വാക്കിംഗ് ഒക്കെ നടത്തി വന്നപ്പോൾ ലേറ്റായി. ഇവിടെ എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി ഇങ്ങനെ മുട്ടിയാണ് പോണത്. കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 1 മണിക്കൂർ 3 മിനിറ്റാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പോണ സ്ഥലം ഏതായിരുന്നു അമ്മായി? ഇന്ന് എവിടെ പോണേ? ലാൽബാഗ്. അതെ.
ലാൽബാഗിലോട്ടാണ് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 15 കിലോമീറ്റർ ആണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നുള്ളത് ഞാനുണ്ട്, അശ്വതിയുണ്ട്, പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ അനിയൻകുട്ടനുണ്ട്, അമ്മായിയുണ്ട്. ബാക്കി എല്ലാവരും മറ്റേ വണ്ടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മന്ദം പാലത്തിലൊക്കെ കയറി. അപ്പോൾ ആൾക്കാരുടെ മുഴുവൻ ഇതാണ്, തിരക്കാണ് കേട്ടോ. കാര്യം 10 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടവരായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തായാലും ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. ബസ് BMTC കേട്ടോ, ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അങ്ങനെയാണ് കേട്ടോ. അതാ നമ്മുടെ ഇത് ലോക്കൽ ബസ്സാണ് തോന്നുന്നു അല്ലേ? വജ്ര അല്ലേ? വോൾവോ ബസ് AC ആണല്ലേ? വജ്ര ഇവിടുത്തെ AC ബസ്സാണ്. നമ്മുടെ ഇവിടുത്തെ ലോ ഫ്ലോർ പോലെ ഇവിടുത്തെ AC ബസ്സാണ് വജ്ര. അതാണ് ആ നീല കളറിൽ പോകുന്ന ബസ്. അപ്പോൾ നമ്മുടെ മുമ്പേ പോകുന്നു. എന്തായാലും ഓരോ സ്ഥലത്തും ഓരോരോ കാഴ്ചകളാണ്. ഈ കാണുന്ന ബസ്സിലൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലേഡീസിന് ഫ്രീ ആണ് കേട്ടോ. കർണാടകത്തിൽ എവിടെയും പോകാം, അങ്ങനല്ലേ? കർണാടകത്തിൽ എവിടെയും പോവാം ലോക്കൽ ബസ്സിൽ. പക്ഷേ AC ബസ്സിലൊന്നും പറ്റത്തില്ല. ഈ ബസ്സിലൊക്കെ ഇതിനെന്താ പറയുന്നത്? ബാംഗ്ലൂർ സാരിക അല്ലേ? അപ്പോൾ ഇതിലൊക്കെ ഇവിടെ അങ്ങനെ ഒരു പ്രിഫറൻസ് ഉണ്ട് ലേഡീസിന്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ ആ രീതിയിലാകുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ലേഡീസിന് എവിടെയും പോകാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമ്മളിങ്ങനെ മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ വേണ്ട കണ്ടില്ലേ, നിറയെ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പച്ചപ്പൊക്കെ ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പോകുന്നത് ഈ രണ്ട് സൈഡിലായിട്ട് HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഈ പരീക്ഷണ പറക്കങ്ങൾ, ഹെലികോപ്റ്റർ നിർമ്മാണമൊക്കെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ നടക്കുന്നതാണ് ഈ മതിൽ. നമുക്ക് അതിനകത്ത് കയറി കാണാൻ പറ്റുമില്ല. ഈ മതിലിൻ്റെ ഉള്ളിൽ അതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ പറക്കുന്ന കാണാൻ മുകളിൽ. പക്ഷെ ഇവിടെ മുഴുവൻ മരങ്ങളാണ് കേട്ടോ. ഇവിടെ നല്ല ഒരു ഗ്രീനറി ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. എന്ത് രസമാണല്ലേ, എന്ത് മനോഹരമാണല്ലേ. മരങ്ങൾ നിൽക്കുന്നുണ്ട്, അതിന്റെ ശിഖരങ്ങളൊക്കെ ഒരു കവർ പോലെ, ഒരു കവചം പോലെ നിൽക്കുന്നുണ്ട് റോഡിലേക്കുള്ള. നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പൊ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ HALന്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ. എയറോനോട്ടിക്കൽ മ്യൂസിയം ഉണ്ട്. ആ കാണുന്നതാണ്. ഓപ്പോസിറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അവിടെ എപ്പോഴാണ് അതിന്റെ സമയമൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് അവിടെ കയറാൻ ഇപ്പൊ സമയമില്ല. മറ്റൊരു മുന്നേ പോയി ഈ കാണുന്നതാണ് കേട്ടോ. അവിടെ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും. ഇത് കൊള്ളാം കേട്ടോ. ചെറിയൊരു മ്യൂസിയം ആണല്ലേ? അങ്ങനെ നമ്മൾ ഇസ്രോയിലെത്തി കേട്ടോ. ഇസ്രോയുടെ ഓഫീസാണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. മുന്നോട്ട് പോകട്ടെ. നല്ല തിരക്കാണ് കേട്ടോ അവിടെ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ഈ ബിൽഡിംഗ്, ഇത് കേട്ടോ, കമ്പി വേലി കെട്ടിയൊക്കെ മതിൽ കെട്ടില്ലേ, അതൊക്കെ ഇസ്രോയുടെ ഏരിയ ആണ്. ISRO. നമുക്ക് കയറിച്ചിട്ട് പെട്രോൾ ഡീസൽ വെച്ചിട്ട് പോയാലോ. ഇത് ലീലാ പാലസ് ആണ് കേട്ടോ. ലീലാ പാലസ്. അപ്പൊ മണിപ്പാൽ ഹോസ്പിറ്റലും ലീലാ പാലസും ഓപ്പോസിറ്റ് ആണ് അല്ലേ? അങ്ങനെ ബാംഗ്ലൂരിലെ കാഴ്ച, റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഇന്ദിരാനഗർ, കോറമംഗല. മോളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. അങ്ങനെ നമുക്ക് MG റോഡിൽ പോവാം. നമ്മൾ ഇന്നലെ പോയ സ്ഥലം MG റോഡല്ലായിരുന്നോ? ഇന്നലെ പോയ സ്ഥലം മോളിൽ കൂടെ അങ്ങനെ. പക്ഷെ ഇന്നലെ നമ്മൾ വളരെ പെട്ടെന്ന് എത്തി. റോഡ് വഴി പോകണേ ഏകദേശം മണിക്കൂറോളം എടുക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് മെട്രോയിൽ പോയിരുന്നല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് എത്തി. ഇങ്ങനെ റോഡ് വഴി പോവുകയാണെങ്കിൽ എന്തായാലും നല്ല സമയം എടുക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് കയറി ഫ്ലൈ ഓവറിലോട്ട് കയറി കറങ്ങി എങ്ങനെയാണ് പോകാൻ തോന്നുന്നു. എയർഫോഴ്സിന്റെ ട്രെയിനിങ് സെന്റർ ആണ് കേട്ടോ മുഴുവൻ. നമുക്ക് ദൂരെ കാണുന്ന നീല ബിൽഡിംഗ് ഉണ്ടോ? നീല മോളില് റെഡ് കളറിലുള്ള ഒരു ടൈലൊക്കെ ഒട്ടിച്ചേക്കുന്നത്, അതാണ് BMTCയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ KSRTC ഒക്കെ പോലെ തന്നെ ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലേ? അതെ, BMTCയുടെ ഓഫീസാണ് ആ കാണുന്നത്.
ഒരു രക്ഷയില്ല കേട്ടോ, നല്ല തിരക്കാണ്. എന്തായാലും യാത്ര ഇങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പം ഇനി എത്താനായിട്ട് ഒരു കിലോമീറ്റർ 1.2 കിലോമീറ്ററാണ്, 5 മിനിറ്റാണ് കാണിക്കുന്നത്. അടുത്തെത്താറായി. ആ പുറകിൽ എല്ലാവരും ഇരിപ്പുണ്ട്. പുറകിൽ കണ്ട അമ്മ ഇരിക്കുന്നു, സൈഡിൽ ഇരിക്കുന്നു പാർവതിയെ കാണുന്നില്ലല്ലോ, പാർവതി ഇരിക്കുന്നു, അനുക്കുട്ടൻ ഇരിക്കുന്നു, ഏറ്റവും പുറകിൽ വിശാഖം ഇരിക്കുന്നു. അങ്ങനെ കണ്ട സിഗ്നൽ ഓപ്പൺ ആയി കേട്ടോ, മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. ഇതാ എൻട്രൻസ് ആണ്, ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി. ഇപ്പോൾ ഇവിടെ സ്റ്റാഫ് പാർക്കിങ്ങിലാണ് നമ്മൾ കാർ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നേരെ ടിക്കറ്റ് 30 രൂപയാണെന്ന് തോന്നുന്നു. 30 രൂപ. കുട്ടികൾക്ക് 10 രൂപയാണല്ലേ? 12 വയസ്സ് താരമുള്ളത്. ബാക്കി എല്ലാവർക്കും 30 രൂപ. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 240ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലാൽബാഗ് ഉദ്യാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉദ്യാനങ്ങളിൽ ഒന്നാണ്. സാധാരണ ഉദ്യാനം പോലെ പെട്ടെന്ന് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല ലാൽബാഗിലെ കാഴ്ചകൾ. ലാൽബാഗ് മെയിൻ ഗേറ്റ് വഴി ആദ്യമായി വന്നാൽ കാണുന്ന കാഴ്ചയാണ് പുഷ്പഘടികാരം. പ്രമുഖ വാച്ച് കമ്പനിയായ HMD വാച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. പുഷ്പഘടികാരം കൂടാതെ ലാൽബാഗ് തടാകം, ഗ്ലാസ് ഹൗസ്, ബോൺസായി പാർക്ക്, റോസ് ഗാർഡൻ ഇവ ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ്. എന്തായാലും നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് കേട്ടോ. ആ പച്ചപ്പിൻ്റെ ഭംഗി ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വരണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഇവിടെയൊക്കെ ചുറ്റും കണ്ട് കിടക്കാനും. പിന്നെ വൈകിട്ട് പ്രത്യേക ഒരു വാട്ടർ ഷോ ഒക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ഗ്ലാസ് ഹൗസ് നല്ല അടിപൊളിയാണ് കേട്ടോ. അതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, അവിടെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ അടക്കമായിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല. കാഴ്ചകളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. കാഴ്ചകൾക്ക് ഇങ്ങനെ കണ്ണിന് ഈ ഈണം പകരുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തത് കേട്ടോ. ഇവിടെ ഉള്ളിലൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, പക്ഷേ ഉള്ളിലോട്ട് കയറ്റുന്നില്ല. അവിടെ ഇങ്ങനെ ഈ വാട്ടർ സ്പ്രേ ചെയ്യുന്ന റഷാഷ് ഉണ്ടല്ലോ, അതിങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി കാഴ്ചയാണ് ഗ്ലാസ് ഹൗസ്. ഇതാണ് ഗ്ലാസ് ഹൗസ്. വിശാഖ് ഒരു ബദാം മിൽക്കൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ 2 കൂടെ നടത്തുവാണ്, മറ്റൊരു വേറെ റൂട്ടിൽ. അങ്ങനെ പലരും പഴ വഴിക്കാണ് കേട്ടോ, പല വഴിക്ക് അല്ലേ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, മറ്റവരൊക്കെ വേറെ എവിടെയോ വഴിക്കാണ്. ഇങ്ങനെ കുറേ ഗസ്റ്റുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവരെല്ലാം ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെ നടന്ന് കാണുകയാണ്, ഫോട്ടോ എടുക്കുന്നവരുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് മാപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ സ്ഥലത്തെത്താൻ പറ്റും. എന്തായാലും വഴികളൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല അടിപൊളി, നല്ല നീറ്റായി കിടക്കുന്ന വഴികളാണ്. നടക്കാനൊക്കെ പറ്റിയ കുറേ സമയം നടക്കാനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള വഴികളാണ്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയൊരു കുന്നൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മളവിടെ കയറിയില്ല. വീണ്ടും നമ്മൾ നടന്ന് മറ്റവരെ തിരക്കി പോവുകയാണെങ്കിൽ അവരെവിടെയോ ഉണ്ടെന്ന് പറയും. അവർ നമുക്ക് ലൊക്കേഷൻ മാപ്പൊക്കെ കിട്ടുമെന്ന് കേട്ടോ, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാം. അപ്പോൾ അങ്ങനെ വേറെ വഴി കൂടെ നടന്ന് ഞങ്ങളങ്ങോട്ട് പോകണം. അപ്പം സൈഡിലൊക്കെ പല തരത്തിലുള്ള മരങ്ങളുണ്ട്, അതാണ് അടുത്തൊരു പ്രത്യേകത. ഇതിനൊക്കെ ഓരോ പേരും ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങനെ വേറൊരു റൗണ്ട് അബൌട്ട് എത്തി.
അവിടെയാണ് ലൊക്കേഷൻ മാപ്പുണ്ട്, അവിടെ നോക്കി ഇനിയും സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ, പക്ഷെ ഇവിടെ വന്ന് നമുക്ക് വിശദമായിട്ട് കാണാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മിസ്സായല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ അവരിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അവർ ഇരുന്നതൊരു വാട്ടർ ഏതാണ്ട് ഇവിടെ ഒരു ഫൗണ്ടൻ്റെ അടുത്താണ്. ഇവിടെ എന്തോ ഒരു വാട്ടർ ഷോ കഴിഞ്ഞു, പക്ഷേ നമുക്ക് വന്നപ്പോഴത്തേക്ക് തീർന്നു. ഇനി വൈകിട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല, അത് പകർത്താനും പറ്റിയില്ല. അങ്ങനെ വേണ്ട നമ്മുടെ വിശാഖിൻ്റെ കൂടെ ഉണ്ട്. വൈശാഖും പാറും അനിയും കൂട്ടരും ചേച്ചി എല്ലാവരും തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം കണ്ടു. ഇനി നേരെ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാര്യം നമുക്കധികം സമയമില്ല ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കണ്ട്, ഇവിടെ വിശാലമായൊരു തടാകമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ രണ്ട് സൈഡിലും പനമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല കാറ്റ്, ഭയങ്കര കാറ്റാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നു. അതൊക്കെ കണ്ടു. ഇനിയിപ്പോൾ താഴേക്ക് പോവാണ്. നേരെ ഇനി പുറത്തേക്കുള്ള വഴിയിലേക്ക് നോക്കി യാത്രയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഇനി ഫുഡൊക്കെ കഴിക്കണം. എല്ലാവർക്കും നല്ലോണം വിശന്ന് തുടങ്ങി. കാര്യം ഒരു കുഞ്ഞൊരു അണ്ണാൻ അവിടെ കിടന്ന് ഓടുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെയും കൂടെ പകർത്താൻ നമ്മൾ മറന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 വരെയുള്ള അണ്ണൻ ഇങ്ങനെ നടക്കുന്നു. അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറയില്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ മാളത്തിലേക്ക്, അതിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് അതിൻ്റെ ഇണയാൻ തോന്നി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവനെയും കണ്ടു. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ടാർ റോഡിൽ നിന്ന് മാറി പിന്നെ ഒരു മൺ റോഡിലേക്ക് കൈ കേട്ടോ. ഇതൊരു ഷോർട്ടാണ്, പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതൊരു തടാകത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡാണ്. അതുവഴി നേരെ താഴേക്ക് പോകാനുള്ള പരിപാടിയാണ്. തടാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു തടാകമാണ് കേട്ടോ. ഇതിനകത്ത് ബോട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. അവിടെ വേറൊരു സൈഡിൽ നിന്ന് പോയി കയറണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിലൊന്നും ഇന്നില്ല. കാര്യം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നവരല്ലേ, ഇനി എന്ത് ബോട്ടിംഗ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു നന്ദിയുടെ ഒരു രൂപമൊക്കെ കണ്ടു കേട്ടോ. ആ ഇറങ്ങി വരുന്ന വഴിയിൽ, താഴോട്ട് വരുന്ന ആ വഴിയിൽ. അപ്പം ഇതൊക്കെ കണ്ട് യാത്ര. ഇനി പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറയും. എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടേക്കാം. വന്നതല്ലേ. നമ്മുടെ യൂക്കാലി മരങ്ങളില്ലേ, അതേപോലുള്ള കുറേ പലതരത്തിലുള്ള മരങ്ങളും ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ കിട്ടും. അതിൻ്റെ പേര് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബയോഡേറ്റ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടു. കണ്ടില്ലേ, പടവൃക്ഷം എന്നൊക്കെ പറയത്തില്ലേ, അടുത്ത് വരണം. കണ്ടില്ലേ, എല്ലാം അടിപൊളി കാഴ്ചകളാണ്. ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക്. വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് അമ്മാവൻ്റെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് എന്തായാലും ഒരു സ്ട്രീറ്റ് ടി വി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ എല്ലാവരും നല്ല തിരക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കും കാറും സൈക്കിളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി അടിച്ച് കണ്ടു. അങ്ങനെ കറങ്ങി ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ശ്മശാനത്തിൻ്റെ അടുത്താണ് കേട്ടോ. അവിടുത്തെ ലോക്കൽസിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര ഒരു കാഴ്ചയാണത്. ഇത്രയും തിരക്കിനിടയ്ക്കൊരു ശ്മശാനം കണ്ടില്ലേ. ഒരു ചെറിയൊരു പ്ലോട്ടിലാണ്. ഫുള്ള് കുറേ ശവകുടീരങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ അടുത്ത സ്ട്രീറ്റിലോട്ട് വന്നു. എല്ലാം കറങ്ങി വീട്ടിലെത്തി. വീണ്ടും രാവിലെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഇപ്പം പോകുന്നത് നേരെ ഹംപിയിലേക്കാണ്. അത് രാവിലെ ഇറങ്ങി, വെളുപ്പിനായതുകൊണ്ട് രാവിലെ ഇറങ്ങുന്ന ഷൂട്ടൊന്നും എടുത്തില്ല. ഞങ്ങൾ രാവിലെ അങ്ങ് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് നോക്കി
നിറയെ എന്താണ് ഈ കാറ്റാടി മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ, വിൻഡ് മില്ല്. അതിങ്ങനെ ഓരോ ഹില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ നിർത്തി അവിടെ നിന്ന് വീണ്ടും നേണ്ട ഹംപി റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്കൊരു തുരങ്കം കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കുതിരാമ്പോലുള്ളൊരു തുരങ്കം, അതുവഴി കയറി നമുക്ക് അപ്പുറത്തിറങ്ങണം. അങ്ങനെ ഈ മല അടിവാരത്തിലൂടെ ഇങ്ങനെ ആ തുരങ്കം വഴി നേരെ ഓപ്പോസിറ്റേക്ക് കിടക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. റോഡൊക്കെ ഒരു കോംപ്രമൈസും ഇല്ല. രാവിലെ ഇറങ്ങുന്നതുകൊണ്ട് ഒട്ടും തിരക്കും ഇല്ലായിരുന്നു. വളരെ ഫാസ്റ്റിൽ തന്നെ നമുക്ക് പോകാൻ പറ്റി, തിരക്കേ ഇല്ല റോഡിൽ. ഇനി പോകുന്ന വഴിക്ക് നമുക്കൊരു കാഴ്ച കൊണ്ട് കാണാം. തുംഗഭദ്ര അണക്കെട്ട് കാണാൻ പറ്റി. പോണ വഴിക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഷട്ടർ പ്രോബ്ലമായി എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടി വന്നല്ലോ. അത് ഷട്ടർ പൊട്ടിപ്പോയതാണ്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ നിർമ്മിച്ച പോലെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് ഈ തുംഗഭദ്ര. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അതും കൂടെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് അത് കണ്ടപ്പോൾ അതിൻ്റെ 3 ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വേണ്ട ഇവിടെ നോക്കിയാൽ കാണാം, ദൂരോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. കാണുന്നതാണ് തുംഗഭദ്ര. അവിടെ ഇതാകട്ടില്ല, 3 ഷട്ടറിൽ നിന്ന് വെള്ളം പോകുന്ന കാണാം. ഇത് ഹംപിയിലെ കൃഷി സ്ഥലങ്ങളിലേക്ക് പോകുന്ന വെള്ളമാണ്. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് നേരെ ഹംപിയിലേക്കാണ്. ഇനിയും ഗേറ്റ് കിടക്കാൻ പോവാണ്, മെയിൻ ഗേറ്റിലേക്ക് എത്തി. ഇനിയും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹംപിയിലെ വിശേഷങ്ങളായി. അതുവരെ ഗുഡ് ബൈ.